നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, അവയിൽ ദേശീയ പാതകളും. പക്ഷേ വേദിയിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇരിപ്പിടമില്ല. അതിനുള്ള പ്രതിഷേധമായി പരിപാടി തന്നെ ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഇത് വെറും ഒരു കസേരയുടെ പ്രശ്നമോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം വീണ്ടും തീപിടിക്കുന്ന രാഷ്ട്രീയ പോരാട്ടമോ? കേന്ദ്രം വികസനത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണോ? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇല്ലാത്ത പ്രോട്ടോകോൾ വിവാദം വലുതാക്കി കാണിക്കുകയാണോ? ഒരു മന്ത്രി വേദിയിലിരിക്കാൻ പോലും അവസരം കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ അത് കേരളത്തിന്റെ അപമാനമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി കളിച്ച രാഷ്ട്രീയ നാടകമോ? ഒരു വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പോലും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയാകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നഷ്ടമാർക്കാണ്? മുഖ്യമന്ത്രിയെ ക്ഷണിച്ചാൽ പോരെ, മരുമകനെ എന്തിന് എന്ന BJPയുടെ ചോദ്യം അനവസരത്തിലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. കേരളത്തിലെ കേന്ദ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത്. ഈ വേദിയാണ് വിവാദത്തിന്റെ വേദിയായി മാറിയത്. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നതാണ് കാരണം. ദേശീയ പാതകളുടെ വികസനവും ഉദ്ഘാടന പരിപാടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ PWD മന്ത്രിയെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ചോദ്യം. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നു. മന്ത്രിമാരായ K. കൃഷ്ണൻകുട്ടി, MB രാജേഷ് എന്നിവർക്കും ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേരും പങ്കെടുത്തില്ല പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ. ഇതിനെ BJP പരിഹസിക്കുകയും ചെയ്തിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിലേക്ക്. ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പൊ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെന്റിനോട് പറഞ്ഞ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം പ്രോട്ടോകോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇക്കാര്യത്തിൽ. വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? അപ്പോൾ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. മരുമകനായതുകൊണ്ടാണോ PWD മിനിസ്റ്റർ ആകുന്നത്? മരുമകനായതുകൊണ്ടാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഒപ്പിടുമ്പോൾ കേരളത്തിന് വേണ്ടി ഒപ്പിടുന്നത് ഈ വകുപ്പാകുന്നത്? വകുപ്പാണ് പ്രശ്നം. നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും വെറുതെ വേണ്ടാതെ തോന്നിയാസം ചോദ്യം ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന വേദി വിവാദ വേദിയാക്കി മാറ്റിയത് ആര്? ശ്രീ KS അരുൺകുമാർ, ശ്രീ തൗഫീഖ് രാജൻ, ശ്രീ ഗോകുൽ ഗോപിനാഥ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഗോകുൽ ഗോപിനാഥ്, എന്തുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് ക്ഷണമില്ലാതെ പോയത്? അതിൽ ഈ മരുമകനെയും ക്ഷണിക്കണോ എന്നുള്ള ചോദ്യം അനവസരത്തിലായി പോയിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി CPM ഉദ്ദേശിച്ചത് വികസനങ്ങളെ ചർച്ച ചെയ്യപ്പെടേണ്ട, വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന ദുഷ്ടലാക്കിലാണ്. പക്ഷേ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ചർച്ചകൾ സമൂഹത്തിലും പൊതുജനങ്ങൾക്കിടയിലും പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയല്ല ശ്രീ നരേന്ദ്രമോദി, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൽ എറണാകുളത്തെത്തിയത്. ഏകദേശം 11,000 കോടി രൂപയുടെ നിലവിൽ പൂർത്തിയാക്കപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. ശ്രദ്ധിക്കണം, പൂർത്തിയാക്കപ്പെട്ട 11,000 കോടി രൂപ ചിലവഴിച്ച് പൂർത്തിയാക്കപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം. 5,500 കോടി രൂപ BPCLന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം,
2650 കോടി രൂപ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് NH66 ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ പദ്ധതിയുടെ ഉദ്ഘാടനം, ഏകദേശം 23ഓളം ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം 2160 കോടി രൂപ ചിലവാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ സോളാർ പദ്ധതികളുടെ ഉദ്ഘാടനം, റെയിൽവേ മേഖലയിലെ ഉദ്ഘാടനം, നമ്മളെ നിലമ്പൂർ പാതയുടെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടനം, ഇത്തരത്തിൽ സംസ്ഥാനത്ത് BJP NDA സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രത്യക്ഷത്തിൽ നടപ്പാക്കിയ പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനമാണ് നരേന്ദ്രമോദി നടത്തിയത്. ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാലോ, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരു രീതിയുണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയം CPM ആണ്, BJP ആണ്, കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് ഒരു രീതിയിലും പ്രോട്ടോകോളുകൾ ലംഘിക്കാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആദ്യമേ ക്ഷണിക്കുന്നത് ആരെയാണ്? കേന്ദ്ര പ്രോട്ടോകോൾ ടീം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയെ പ്രോട്ടോകോൾ പ്രകാരം ക്ഷണിച്ചിരുന്നു. ആ ക്ഷണിച്ചത് ഉപരിതല ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി നിതിൻ ഗഡ്കരിജിയാണ്. അവിടെ ഈ പറയുന്ന MP രാജേഷ് മന്ത്രിയെ ക്ഷണിച്ചിരുന്നു, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി മന്ത്രിയെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. അല്ല, അവിടെ ഒരു പ്രശ്നം ശ്രീ ഗോകുൽ, അവിടെ തർക്കമുണ്ടായത് ഞാനൊന്നും ഇടപെടുകയാണ്. തർക്കമുണ്ടാകാൻ കാരണം ഈ ഉദ്ഘാടന പരിപാടികളിൽ ഈ പദ്ധതികളിൽ, ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ താങ്കൾ പറഞ്ഞ പോലെ ദേശീയപാതയും ഉണ്ടായിരുന്നു, 2 റീച്ചിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചുമതലക്കാരൻ എന്ന് പറയുന്ന PWD മന്ത്രിയാണല്ലോ ശ്രീ മുഹമ്മദ് റിയാസ്. ഈ മന്ത്രി MP രാജേഷിനെയും K കൃഷ്ണൻകുട്ടിയെയും വിളിച്ചത് അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഞാനല്ല തർക്കത്തിന്റെ കാരണം പറയാം. മന്ത്രി കൃഷ്ണൻകുട്ടിയെയും MP രാജേഷിനെയും വിളിച്ചത് അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചില പദ്ധതികളുടെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ടതുണ്ടായിരുന്നു, പിന്നെ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വിളിച്ചു, അവിടെ വിട്ടുപോയില്ല. പക്ഷേ PWD മന്ത്രിയെ വിട്ടുപോയി. അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. അത് മനഃപൂർവ്വമുണ്ടായ പിഴവാണോ അതോ അത് അബദ്ധത്തിൽ വിട്ടുപോയതാണോ? അതേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അക്കാര്യത്തിൽ സംശയമില്ല. ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് ആദ്യം ക്ഷണം വന്നത് മുഖ്യമന്ത്രിക്കാണ്. അല്ലല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു പ്രോട്ടോകോൾ ലിസ്റ്റ് ഉണ്ടാക്കും. ഒരു പൊതുപരിപാടി കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടത്തുമ്പോഴും ഒരു പ്രോട്ടോകോൾ ലിസ്റ്റ് ഉണ്ടാക്കും. സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, അവിടെ നിന്ന് മന്ത്രി, അതൊക്കെ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രോട്ടോകോൾ തയ്യാറാക്കും. കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ പ്രോട്ടോകോൾ പ്രകാരം നടത്തുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തലേ ദിവസമോ ഇന്ന് രാവിലെയോ അല്ല പുറത്തുവിടുന്നത്. PMOയുടെ ഓഫീസ് വെരിഫൈ ചെയ്ത് ഈ ലിസ്റ്റ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർക്ക്, ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ടേബിളിൽ ഇതെത്തും. അന്ന് മുഹമ്മദ് റിയാസിനെ ആ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്താവന നടത്തിയോ? അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി, പ്രോട്ടോകോൾ ഓഫീസർ, ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അല്ലെങ്കിൽ ഉപരിതല ഗതാഗത വകുപ്പിന് കത്തയച്ചോ? ഇല്ലല്ലോ. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന് രാവിലെ പൊടുന്നനെ 10,000-കണക്കിന് ജനങ്ങൾ കല്ലൂരില്, എറണാകുളത്ത് BJPയുടെ പരിപാടിയിൽ ഒഴുകിയെത്തി? ഈ പരിപാടി ഉൾപ്പെടെ BJPയുടെ ഏറ്റവും വലിയ വികസനത്തിന്റെ തെളിവായി മാറുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്? അതൊരു ചോദ്യമാണ്. കാരണം ഇത് ആദ്യം മാർച്ച് 6-ന് നിശ്ചയിച്ചതാണ്. അപ്പോൾ അതിനും ഒരാഴ്ച മുമ്പ് തന്നെ, ഏകദേശം ഇപ്പോഴത്തെ കണക്കായി കഴിഞ്ഞാൽ ഏകദേശം 2-2.5 ആഴ്ച മുൻപ് തന്നെ ഈ പരിപാടിയുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. അന്ന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതുമാണ് ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് സംസ്ഥാന സർക്കാരിന് അറിയാമായിരുന്നു അവിടെ PWD മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്ന്. കാരണം ഇതിന്റെ ഇൻവിറ്റേഷൻ നേരത്തെ കൂട്ടി തയ്യാറാക്കിയതാണ്. മാർച്ച് 6-നായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ റിയാസിനെ ഒഴിവാക്കിയ വിവരം അറിയാമായിരുന്നു, പക്ഷേ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്ന്. ഇതിന് മറുപടി പറയേണ്ടത് ശ്രീ അരുൺകുമാറാണ്. അദ്ദേഹം അല്പസമയത്തിനകം വരും. അപ്പോൾ അദ്ദേഹത്തോട് അക്കാര്യം ചോദിക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ തൗഫീഖ് രാജൻ, നിങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ മന്ത്രി റിയാസിനെ ക്ഷണിക്കാതിരുന്നത് മോശമായി പോയി എന്നതാണല്ലോ. പക്ഷേ അതേ സമയത്ത് തന്നെ നിങ്ങൾ ഇതിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അല്ല മഞ്ജുഷേ, ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികളെ രാഷ്ട്രീയം നോക്കി മാറ്റി നിർത്തുന്നത് മര്യാദകേടാണ്. അതിനോടൊരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പരിപാടികൾ ആരുടെയും വീട്ടിലെ സ്വകാര്യ ചടങ്ങുകളല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും ക്ഷണിക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് അടക്കം സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പ്രതിപക്ഷത്തിന്റെ നിലപാടാണ്. ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രശ്നം പ്രധാനമായിട്ട് ഉയരുന്നുണ്ട് മഞ്ജുഷ. ഈ സമയം എപ്പോഴാണ്, ഈ സമയം എന്ത് അവസരത്തിലാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമായി മാറുകയാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ, അതായത് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന്റെ ദിവസങ്ങൾ മുമ്പ് വെച്ചിരിക്കുന്ന ഒരു ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു വിവാദം സൃഷ്ടിക്കുന്നത് ആസൂത്രിതമായ നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM അനുകൂലമായിട്ടുള്ള ഒരു നരേഷൻ സൃഷ്ടിക്കാൻ CJP സഖ്യവും CPM-ഉം BJP-യും അടങ്ങുന്ന CJP സഖ്യം ഒരുക്കിയ അവസരമാണ് ഇത്തരത്തിൽ ഇന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ വിവാദങ്ങളുടെ ഘോഷയാത്ര എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇദ്ദേഹം ഗോകുല് പറഞ്ഞ കാര്യത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ തൗഫീഖ്? എനിക്ക് തോന്നുന്നു അതൊരു BJP-ക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യായീകരണം അതാണ്. ഇതിൽ ഈ മരുമോൻ എന്നുള്ള പ്രയോഗത്തിലേക്ക് BJP നേതാക്കൾ വരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ കാര്യം ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടിയതാണ്. ക്ഷണം മുഖ്യമന്ത്രി സ്വീകരിച്ചു, തീയതിയുമൊക്കെ തീരുമാനിച്ചതാണ്. പിന്നീട് അത് കുറച്ച് മാറ്റിവെക്കേണ്ടി വന്നു എന്നതേയുള്ളൂ. അപ്പോൾ സർക്കാരിന് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുമാത്രമല്ല, ആദ്യം ദേശീയപാതകളുടെ വികസനത്തിൻ്റെ ഉദ്ഘാടനവും പിന്നെ വേറൊരു പ്രോഗ്രാമും മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന MP രാജേഷും മന്ത്രി കൃഷ്ണൻകുട്ടിയും ഉൾപ്പെടുന്ന അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ കൂടി വന്നത്. അതുകൊണ്ട് പിന്നീടാണ് അവർക്ക് ക്ഷണക്കത്ത് കിട്ടിയത്. അപ്പോൾ പക്ഷേ ഈ PWD മിനിസ്റ്റർ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷേ അത് കേന്ദ്രത്തെ അറിയിച്ചില്ല. ഇങ്ങനെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അദ്ദേഹത്തെ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ PWD മന്ത്രിയുടെ ഓഫീസോ അറിയിച്ചിരുന്നില്ല. അങ്ങനെ അറിയിക്കാമായിരുന്നതല്ലേ? അവിടെയാണ് സംശയം വരുന്നത്. ഇതൊരു നാടകം കളിക്കുന്നതല്ലേ സംസ്ഥാന സർക്കാർ എന്ന്, അവിടെ ഒരു രാഷ്ട്രീയം കടന്നു വന്നിട്ടില്ലേ എന്ന്. അല്ല മഞ്ജുഷ, ഇവിടെയാണ് ഇത് ഏത് അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദം സംസ്ഥാനത്ത് സംജാതമാകുന്നത് എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ദിവസങ്ങൾ മുമ്പ്. ഇവിടെ വളരെ കൃത്യമാണ് മഞ്ജുഷ, ഇക്കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ഇത് CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടി CJP സഖ്യകക്ഷികൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു രഹസ്യ ഡീലാണ്. ഇതില്ലെങ്കിൽ ഈ ഗോകുലൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിന് നേരത്തെ അറിയാം, ഇത് ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നാടകം ഇക്കാര്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ മഞ്ജുഷിന് 2 ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. അതായത് ഇവിടെ 2022 ഒക്ടോബർ 13-ാം തീയതിയിലേക്ക് മഞ്ജുഷിന്റെ ശ്രദ്ധയൊന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലബ് ഹൗസിൽ എത്തിക്കൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണമാണ് ഞങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന പലകുറി ആവർത്തിച്ച ആളുടെ പേര് ശ്രീ പിണറായി വിജയൻ എന്നാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് മകൾക്കും എതിരെയൊക്കെ ഉയരുന്ന ആരോപണങ്ങൾ അത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അന്വേഷിപ്പിക്കാതിരിക്കാൻ എല്ലാവിധമായ സഹായങ്ങളും ഒരുക്കുന്ന ആളാണ് ഈ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആൾ, മുഖ്യമന്ത്രിയുടെ ആത്മസുഹൃത്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ ഫോൺ എടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗഡ്കരിജിയെ ഒന്ന് വിളിച്ചിട്ട് they didn't invite my son-in-law, the public works minister, to the event എന്നൊന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇവിടെ സണ്ണില്ലോ എന്നൊക്കെയാണോ അങ്ങനെ സംബോധന ചെയ്തത്? നിങ്ങളും ആ ഒരു വഴിയിലേക്ക് തന്നെ BJP-യുടെ ആരോപണത്തിന്റെ ആ വഴി തന്നെ പിടിക്കുകയാണോ? അല്ലല്ല, മരുമകനെ കൂടി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കണമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പറയുമ്പോൾ അല്ലല്ല, നിങ്ങളത് വേറെ ആംഗിളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് BJP-യുടെ നേതാക്കളും എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത്. അപ്പോൾ അതേ പാതയിലാണ് നിങ്ങൾ പോകുന്നത്. മഞ്ജുഷ, ഞാൻ ഇവിടെ എന്റെ പൂർത്തിയാക്കാൻ മഞ്ജുഷ അനുവദിക്കണം. അതായത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന ഗഡ്കരിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഈ പറയുന്ന മഞ്ജുഷിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയമില്ല. പലതവണ അഭിനന്ദിച്ചിട്ടുള്ളതാണ്. ദേശീയപാതയുടെ വികസനം കേരളത്തിൽ സാധ്യമാകുന്നു എന്നത് കണ്ട് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് ഗഡ്കരി അഭിനന്ദിച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ. ശരി മഞ്ജുഷേ, ഇവിടെ ഉച്ചഭക്ഷണം കഴിച്ചത് മാത്രമല്ല വിഷയം. ഇവിടെ നിന്ന് സംസ്ഥാനത്തെ നികുതി പണം ഉപയോഗിച്ച് ഡൽഹിയിൽ ചെല്ലുമ്പോ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് പലകുറി ഗിഫ്റ്റുകളും സമ്മാന പൊതികളും ഒക്കെ കൈമാറാൻ ആർജവം കാണിച്ച മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ. അതുകൊണ്ട് അവർ ആത്മസുഹൃത്തുക്കളാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ ലിസ്റ്റ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുൻകൂട്ടി കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ ഒന്ന് എടുത്ത they didn't invite my son-in-law, the public works minister to the event എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ മഞ്ജുഷേ, ഇതൊക്കെ പറയാൻ ഈ CPM നേതൃത്വത്തിന് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകമാണെങ്കിൽ പോലും CPM-ന് അർഹതയുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. 2017 ജൂൺ 17-ാം തീയതി കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങ് മഞ്ജുഷിന് അറിയാമല്ലോ. ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ വിഭാവനം ചെയ്ത ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ശില്പി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. ആ ഉമ്മൻചാണ്ടി സാറിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളാണ് ഇപ്പൊ ഈ ഇരുന്ന് വലിയ സങ്കടം പറച്ചിലും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ശരി തൗഫീഖ്, അതിനുള്ള മറുപടി പറയേണ്ടതും KS അരുൺകുമാറാണ്. അരുൺകുമാർ വരുമ്പോൾ നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം. അല്ല, നമുക്ക് പോകാം. ശരിയാണ്, അത് CPM-ഉം ഈ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല.
ഒരേ ഒരു പോയിന്റ് കൂടി മഞ്ജുഷേ, ആ. അന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ആയ കുമ്മനം രാജശേഖരൻ ആ പരിപാടിയിൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളാണ്. അദ്ദേഹം കുമ്മനടിച്ചിട്ട് പോലും ഈ പറയുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പരാതിയും ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ പ്രകടമാണ് ഇത് ഇലക്ഷന് മുന്നോടിയായി നടത്തിയ ഒരു PR പരിപാടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. PR രാജ വിഭാവനം ചെയ്ത ഒരു PR പരിപാടിയുടെ മറ്റൊരു ചാപ്റ്ററാണ്, മറ്റൊരു അധ്യായമാണ് ഇന്ന് കേരളം കണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല മഞ്ജുഷ. ശരി ശരി ശ്രീ ഗോകുൽ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ആ വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഈ കഴിഞ്ഞ 5 വർഷവും ദേശീയപാതകളുടെ ഈ വികസനത്തിന് വേണ്ടി തൻ്റെ വകുപ്പിൻ്റെ സഹകരണം എത്രമാത്രം ഉറപ്പാക്കിയ ആളാണ് എന്നുള്ള കാര്യം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് നേരത്തെ ഇവിടെ തൗഫീഖും പറഞ്ഞത്. അപ്പോൾ ഇത് അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്നതിലേക്ക് വരുമ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്, മറ്റ് 2 മന്ത്രിമാരെ ഉൾപ്പെടുത്താൻ മറന്നുമില്ല ഇക്കാര്യത്തിൽ. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി, മുൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്ത കേന്ദ്രമന്ത്രി, സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് കൈകാര്യം ചെയ്ത കേന്ദ്രമന്ത്രി, ഇതൊക്കെ മുൻപ് കൈകാര്യം ചെയ്ത പദവികൾ അല്ലെങ്കിൽ ചുമതലകൾ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഇതെല്ലാം തീരുമാനിക്കുന്നത് PMO ആണ്. ഇതെല്ലാം ആരാ ആ വേദിയിൽ ഉണ്ടാവണം? അല്ല പറയട്ടെ, ഞാൻ പറഞ്ഞു തീർത്തിട്ട് തൗഫീഖിന് പറയാലോ. തൗഫീഖ് പറഞ്ഞു ഇടപെട്ടോ? തൗഫീഖ് പറഞ്ഞു. എന്താ തൗഫീഖ്? അതായത് അല്ല, ആ ഒരു പ്രോട്ടോകോളിലാണോ, അതായത് മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള പ്രോട്ടോകോളിലാണോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത്? അതറിയാൻ ഒരു ആഗ്രഹം. പ്രധാനമന്ത്രി അദ്ദേഹത്തെ സംബോധന ചെയ്തത് അങ്ങനെയാണ് കേട്ടോ, മുൻ കേന്ദ്രമന്ത്രി എന്ന രീതിയിലാണ്. ശരി, ആ പ്രോട്ടോകോളിൽ മുൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി, കേന്ദ്രമന്ത്രി എന്ന പ്രോട്ടോകോളിൽ അദ്ദേഹം അവിടെ പങ്കെടുത്തു. അങ്ങനെയാണെങ്കിൽ PWD മന്ത്രിക്ക് എന്താണ് അയോഗ്യത? അങ്ങനെയാണെങ്കിൽ PWD മന്ത്രിക്ക് എന്താണ് അയോഗ്യത? അല്ല, ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിക്ക് എന്താണ് അയോഗ്യത? അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. നേരത്തെ അതിന് മറുപടി പറഞ്ഞു. ഇവർക്ക് മുഹമ്മദ് റിയാസ് അവിടെ ഇല്ലെങ്കിൽ, ആ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വേണ്ട സമയം കിട്ടിയില്ലേ? നിങ്ങൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ഏകദേശം 1 മാസത്തോളമായി സമയം കിട്ടിയില്ലേ? ആ സമയം എന്താ വിനിയോഗിക്കാത്ത? ശരി, ഞാൻ ഇതിന് മറുപടി പറയേണ്ടത് അരുണാണെന്ന് പറഞ്ഞിരുന്നു. ശ്രീ KS അരുൺകുമാർ വന്നിട്ടുണ്ട്. രണ്ടുപേരിലേക്ക് വരാം. അല്ല, KS അരുൺകുമാർ വന്നിട്ടുണ്ട്. ശ്രീ KS അരുൺകുമാർ, ഇവിടെ എന്താണ് പറ്റിയത്? ഇവിടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അറിയിപ്പ് വന്നിരുന്നു, ഇങ്ങനെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് എന്ന കാര്യം. ആദ്യം 2 പദ്ധതികൾ മാത്രമായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. അതൊന്ന് ദേശീയപാതകളുടെ 2 റീച്ചുകളുടെയും വികസനത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. പിന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ആ ഉദ്ഘാടനവുമായിരുന്നു. പിന്നീടാണ് മറ്റു വകുപ്പുകളുടെ പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി വന്നത്. അപ്പോൾ ആദ്യം മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. മാർച്ച് 6 നടത്താനിരുന്നത് പിന്നീട് മാറ്റിവെക്കുകയുണ്ടായി. പുതിയ പദ്ധതികൾ ഇതിലേക്ക് വന്നു. മറ്റ് 2 മന്ത്രിമാരെയും ക്ഷണിച്ചു. അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായില്ല. പക്ഷേ ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെ, പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്ത വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അറിയാമായിരുന്നു, സംസ്ഥാന സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടത് ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടി അരുൺ, ഇതാണോ സംഭവിച്ചത്? ഇവിടെ BJPയുടെ പ്രതിനിധി എത്ര കൗശലപൂർവ്വമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. കത്ത്, ഇൻവിറ്റേഷൻ, ക്ഷണക്കത്ത്, അതുപോലെ ഡയസ് പ്ലാൻ മാസങ്ങൾക്ക് മുമ്പേ ലഭിച്ചിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിന്റെ പേര് ഇല്ലാത്തത്? സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചില്ല എന്നതാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ആങ്കർ എന്ന രൂപത്തിൽ താങ്കളും അത് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കേരളത്തിന്റെ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കത്ത് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ആദ്യം സൂചിപ്പിച്ച ക്ഷണക്കത്തിനെ തുടർന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും കൃത്യമായി ആരൊക്കെയാണ് പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നത്, വേദിയിൽ ഇടേണ്ട കസേരകളുടെ എണ്ണം, പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം, അതിഥികൾ സംസാരിക്കേണ്ട സമയം തുടങ്ങി ബ്ലൂ ബുക്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഡയസ് പ്ലാൻ അതെന്നാണ് കേരളത്തിന് കിട്ടിയത്? ഒന്ന് BJP പ്രതിനിധിയോട് താങ്കൾക്കൊന്ന് ചോദിക്കാമോ? 1 മാസം സമയമുണ്ടായിരുന്നല്ലോ എന്നതാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ശരിയാണല്ലോ, 1 മാസം ഈ സംസ്ഥാന ഗവൺമെന്റ് മൗനം പാലിച്ചിട്ട് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇത് ഉപയോഗിക്കുന്നു എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വമുള്ള ശ്രമം BJPയും അതോടൊപ്പം കോൺഗ്രസും നടത്തുകയാണ്. താങ്കൾ ഏറ്റവും ആദ്യം ഇത്രയും നേരം 10-20 മിനിറ്റ് BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും സംസാരിച്ചല്ലോ. എന്നാണ് ഈ ഡയസ് പ്ലാൻ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയത് എന്ന് ചോദിക്കാമോ? അങ്ങനെ അറിയാവോ ശ്രീ ഗോകുൽ?
എന്തായാലും മുഖ്യമന്ത്രിക്ക് ക്ഷണക്കത്ത് കിട്ടിയിരുന്നല്ലോ അല്ലേ? ഇപ്പം കത്തിന്റെ രീതിയിൽ പുറത്തുവിടാനൊക്കെ അത് എന്തായാലും PMO മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കഴിയുകയുള്ളൂ. ഗോകുൽ, എന്താണ് അതിനുള്ള മറുപടി? നിങ്ങൾ ഏറ്റവും ബാലിശം CPM-ന്റെ പ്രതിനിധിയെ ബാലിശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്ന് വെച്ചോളൂ. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നോ? മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? മറ്റ് മന്ത്രിമാരുണ്ടായിരുന്നോ? മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. ഇപ്പൊ MP രാജേഷിനെയാണ് ക്ഷണിക്കാതിരുന്നെങ്കിൽ ഈ പറയുന്ന അരുൺകുമാറും അല്ലെങ്കിൽ MP ഗോവിന്ദനും ഇത്രയധികം വൈകാരികമായി ഇതിനകത്ത് പ്രതികരിക്കുമായിരുന്നോ? ഇത്ര വിവാദം ഉണ്ടാവുമായിരുന്നോ? ഈ പറയുന്ന കൃഷ്ണൻകുട്ടിയാണ് മിനിസ്റ്ററെയാണ് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വേദിയിൽ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ രീതിയിലായിരുന്നോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോ ഈ വിവാദം ഉണ്ടാക്കുന്നത് ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾ പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ഈ വേദിയിൽ ഞങ്ങൾ ഉണ്ടാകരുത്, സർക്കാർ പ്രതിനിധികൾ ഉണ്ടാവരുത്, ഞങ്ങളുടെ മുഖം നരേന്ദ്രമോദിക്കൊപ്പം BJP-യുടെ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾക്കൊപ്പം ഉണ്ടാകരുത് എന്ന് പറയുന്നത് CPM-ന്റെയും LDF-ന്റെയും അജണ്ടയാണ്. BJP-ക്കൊപ്പം BJP-യുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഈ വേദി പങ്കിട്ടാൽ നിങ്ങൾക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന BJP വിരുദ്ധ ദേശീയ വിരുദ്ധ വോട്ടുകൾ ചോർന്നു പോകുമെന്ന നിങ്ങളുടെ പേടിയാണ് നിങ്ങളുടെ സർക്കാർ, LDF സർക്കാർ, പിണറായി വിജയൻ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടല്ലോ. അതിൽ ഈ ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചു ഈ പരിപാടിയുടെ ഉദ്ഘാടനം എന്നുള്ളത്, അതിൽ മുഹമ്മദ് റിയാസിന്റെ പേരുമുണ്ട്. അപ്പോ ഞാൻ താങ്കൾക്ക് വീണ്ടും വേദി വിട്ടു തന്നത് ഈ ഒരു ചോദ്യം BJP പ്രതിനിധിയോട് ചോദിക്കാനാണ്. ഒരു മാസം സമയമുണ്ടായിട്ടും സംസ്ഥാന ഗവൺമെന്റ് തിരിച്ച് മുഹമ്മദ് റിയാസിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചില്ല എന്ന പച്ച നുണ BJP-യുടെ നേതാക്കന്മാർ ഇന്ന് ആവർത്തിക്കുന്നു. ഇന്ന് എന്താ ചോദിച്ചേ? മുഖ്യമന്ത്രിയെ വിളിച്ചു, മരുമോനെയും കുടുംബത്തെയും വിളിച്ചില്ല, അങ്ങനെ വിളിക്കേണ്ട സൗകര്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് BJP-യുടെ വക്താക്കളടക്കം പ്രതികരിക്കുന്നത് താങ്കൾ കേട്ടല്ലോ. എന്നാൽ താങ്കൾ മനസ്സിലാക്കുക, ഒരു തരത്തിലുള്ള ഇൻവിറ്റേഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തത് നിതിൻ ഗഡ്കരി ഒരു കത്താണ്. ആ കത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കേരളത്തിൽ നടക്കാൻ പോകുന്നു, അത് മാർച്ച് മാസം 6-ാം തീയതി എന്ന രൂപത്തിലാണ്. അതിനുശേഷം അത് മാർച്ച് 11-ലേക്ക് മാറി. അല്ലാതെ പ്രോഗ്രാം ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇൻവിറ്റേഷനുമായി ബന്ധപ്പെട്ടോ ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ. ആകെ വന്നിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡയസ് പ്ലാൻ ആണ്. ആ ഡയസ് പ്ലാൻ വന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ആധികാരികമായി പറയുന്നു. അല്ല, ഒരു കത്ത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നാൽ ആ കത്ത് സ്വീകരിച്ച് കത്ത് കിട്ടി എന്നതിന്റെ മറുപടി കൊടുക്കും. ആ കത്ത് കിട്ടി എന്നുള്ള മറുപടിയും കൊടുത്തിരുന്നു. എന്നാൽ ഈ ഡയസ് പ്ലാൻ വന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ്. നോട്ട് ചെയ്യുക, ഇന്നലെ ഉച്ചയ്ക്ക്. ഒരു ഡയസ് പ്ലാൻ വന്നാൽ പിന്നെ അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഞാനിപ്പോ താങ്കൾക്ക് അയച്ചു തന്നത് ഒരു ലെറ്റർ അല്ലല്ലോ, അത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം. അല്ല, താങ്കൾ കേൾക്കൂ, ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാം. ഇച്ചിരി വൈകി വന്നു എന്നതേ കുഴപ്പമുള്ളൂല്ലോ. ഞാനങ്ങ് അയച്ചു തന്നത് ഈ ഉദ്ഘാടനത്തിന്റെ ഫലകമാണ്. ഒന്ന് മഞ്ജുഷെ, ഒന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഫലകത്തിൽ റൈറ്റ് സൈഡിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പേരിന് താഴെ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ, ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് എന്ന് കൃത്യമായി തന്നെ ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരാൾ എന്തായാലും പ്രോഗ്രാമിന്റെ ഭാഗമായി വരേണ്ടേ? മുഹമ്മദ് റിയാസ് ഇതിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാ? ഈ സംസ്ഥാനത്തിന്റെ PWD മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ്. PWD തന്നെയാണ് ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റിയുമായിട്ട് കരാർ ഒപ്പിട്ടത്. താങ്കൾക്കറിയാമല്ലോ, 2014 ഓഗസ്റ്റ് മാസം 14-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ വിജ്ഞാപനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയപാത വികസനത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കി. 2014 സെപ്റ്റംബർ മാസം 9-ന് ഈ കേരളത്തിലെ ദേശീയപാത അതോറിറ്റിയുടെ മുഴുവൻ ഓഫീസുകളും അടച്ചുപൂട്ടി ദേശീയപാത അതോറിറ്റി തിരിച്ചുപോയി ഡൽഹിക്ക്. പിന്നെ ഇവിടെ 2 വർഷം കഴിഞ്ഞ് ഭരണമാറ്റം സംഭവിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ചർച്ച നടത്തി, ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം 3 കൊല്ലം കഴിഞ്ഞ് 2019 ജൂൺ മാസത്തിലാണ് ദേശീയപാത അതോറിറ്റി അതിന് സമ്മതിക്കുന്നത്. അതായത് 2014 ഓഗസ്റ്റ് മുതൽ 2019 ജൂൺ മാസം 6 വരെ 5 വർഷം ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല. നിരന്തര സമ്മർദ്ദവും ഇടപെടലും നടത്തി ഞങ്ങൾ ഈ ദേശീയപാത അതോറിറ്റിക്ക് ഭൂമി ഏറ്റെടുക്കാൻ 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു തരാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം
ദേശീയപാത വികസനത്തിന് പണം കൊടുക്കുന്നത് കേരള സംസ്ഥാനമാണ് 2019. അങ്ങനെ പണം കൈമാറാൻ തയ്യാറായി അതിന്റെ സമ്മതപത്രം കൊടുത്തപ്പോ കേരളത്തിലെ PWDയും ദേശീയപാത അതോറിറ്റിയും കരാർ ഒപ്പിട്ട് 25% ഭൂമിക്ക് വേണ്ടിയിട്ട് പണം കൈമാറുന്ന സാഹചര്യമാണ് ഈ ദേശീയപാത ഇപ്പോ ഈ ഉദ്ഘാടനത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2019 പുനരാരംഭിച്ചത്. അപ്പൊ ഫലകത്തിൽ പേര് വന്നു. ആദ്യം എല്ലാ ഘട്ടത്തിലും PWD മിനിസ്റ്റർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിലും ഉൾപ്പെട്ടു. എന്നാൽ സംസ്ഥാന BJP നേതൃത്വം ഇടപെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമ്മർദ്ദം ചെലുത്തി ആ PWD മിനിസ്റ്ററുടെ പേര് വെട്ടിമാറ്റുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് ക്ഷണക്കത്ത് തന്നില്ലേ, അതിലുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തിയെ പറയാത്തത്? BJP പ്രതിനിധിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു മാസം പോയിട്ട് 2 ദിവസം മുമ്പാണ്, ഇന്ന് 11-ാം തീയതി, 10-ാം തീയതിക്ക് മുമ്പ്, ഒരു ദിവസം മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവിറ്റേഷനോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡയസ് പ്ലാനോ കേരളത്തിന്റെ ഗവൺമെന്റിനോ ഡിപ്പാർട്ട്മെന്റിനോ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വിവരം സംസ്ഥാന സർക്കാരിന് അറിയാൻ പാടില്ലായിരുന്നു അല്ലെ? യെസ്, ഡയസ് പ്ലാൻ വരുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ആ സമയത്ത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഫലകത്തിന്റെ ഫോട്ടോ അടക്കം വരുമ്പോൾ അതിൽ പേരുണ്ടായിരുന്നു. അത് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ വഴി അറിയിക്കേണ്ട എല്ലാ മേഖലയിലും അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഡയസ് പ്ലാനിൽ പിന്നെ തിരുത്തു വരില്ല. അതുപോലെ ഇൻവിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ശേഷമാണ് അവസാന നിമിഷത്തിലാണ് മുഹമ്മദ് റിയാസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതവിടെ നിന്നോട്ടെ. അല്ല, അതാണ് പ്രധാന കാര്യമായിട്ട് 2025 മെയ് മാസം പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞ 2025 മെയ് മാസം 22-ാം തീയതി മുഖ്യമന്ത്രി കേരളത്തിൽ ചിലയിടങ്ങളിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിൽ ചില അപാകതകൾ ഉണ്ടായി, ചില ഇടിവുകൾ ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ കൃത്യമായി പറയാം. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല. ആ മുതൽ ഇക്ഷ വരെ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ഇതേ വാക്ക് പലവട്ടം ആവർത്തിച്ച മന്ത്രിയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അപ്പോ ഇതിലൊരു പങ്കുമില്ല എന്ന്, ഇതിന്റെ ഏത് കാര്യങ്ങളും ഒരു പങ്കുമില്ല, ഇതിലൊരു ഉത്തരവാദിത്വമില്ല എന്ന് പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞവർ ഇന്ന് വന്നിരുന്ന് എന്നെ ക്ഷണിച്ചില്ല, എനിക്ക് കസേര കിട്ടിയില്ല, എന്നെ വിളിച്ചില്ല, എന്നെ പുറത്തു നിർത്തി എന്ന് പറയുന്നത് തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യങ്ങളിലാക്കിക്കൊണ്ടാണെന്ന്. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഫലകത്തിൽ എന്തിനാണ് പേര് വെച്ചത്? ഫലകത്തിൽ എന്തിനാണ് പേര് വെച്ചത്? മഹനീയ സാന്നിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഫലകത്തിൽ PM മുഹമ്മദ് റിയാസിന്റെ പേര് വെച്ചിട്ടുമുണ്ട്. അയാൾ PWD മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പേരുണ്ടാവില്ലേ? മുഖ്യമന്ത്രി ഉണ്ടോ? സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ടോ? മുഖ്യമന്ത്രി ഉണ്ടോ? പിണറായി വിജയനെ ക്ഷണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിനെ, LDF സർക്കാരിനെ മാറ്റി നിർത്തി വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന BJP എന്ന് നിങ്ങൾക്ക് പറയാം. മുഹമ്മദ് റിയാസ് ആയത്, അതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി പറഞ്ഞത്, മരുമോൻ മുഹമ്മദ് റിയാസ് ആയതുകൊണ്ടാണോ ഈ പ്രശ്നം? വേറൊരു മന്ത്രിയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുമോ എന്ന് കൃത്യമായി ചോദിക്കാൻ കാരണം അതാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ച യോഗത്തിൽ മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിക്കാത്തത് കൊണ്ട് നിങ്ങൾ മാറി നിന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുക? കേരളത്തിന്റെ വികസന പദ്ധതിയാണല്ലോ. 5580 കോടി രൂപ കേരളം മുടക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇപ്പോൾ PWD മന്ത്രിയെ ക്ഷണിച്ചില്ല, ശരി, പക്ഷെ ഞങ്ങളുടെ പദ്ധതിയാണിത്, ഞങ്ങൾ പങ്കെടുക്കുമെന്നല്ലേ പറയേണ്ടത്? അരുൺ, ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി പദ്ധതിയാണല്ലോ. 5580 കോടി രൂപ മുടക്കുമ്പോൾ വീണ്ടും BJPയുടെ പ്രതിനിധി അല്ല, ഇവിടെ ഞാൻ ചോദിച്ചല്ലോ, ഈ ചർച്ചയുടെ ആദ്യത്തെ 20 മിനിറ്റും നുണ തന്നെ പറഞ്ഞ് അല്ല അദ്ദേഹം ഇടപെടലേ ഇദ്ദേഹം ഇങ്ങനെ ഈ BJPയുടെ പ്രതിനിധി അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതിനൊരു താല്പര്യമില്ല. ആദ്യത്തെ 20-25 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചിട്ടും എത്ര വലിയ നുണ പറഞ്ഞു. ആ നുണ പച്ചയായ നുണയാണെന്നും BJP കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അത് ഞാൻ തിരിച്ചു ചോദിച്ചല്ലോ. നിങ്ങൾക്ക് ഇന്ന് അതിന്റെ മോഹാലസ്യമാണ്.
അല്ല മിസ്റ്റർ, നിങ്ങൾ അല്ല ഒരു മര്യാദ കാണിക്കൂ, ചർച്ചയുടെ മര്യാദ കാണിക്കൂ. ഞങ്ങൾ വികസനം, ഞങ്ങൾ രാഷ്ട്രീയം, വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അരുണ് വരണ്ട. അരുണ് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സുരേഷ് ഗോപി കീഴാറ്റൂർ സമരത്തിൽ ഒരിക്കലും പഠിപ്പിക്കില്ല, അതിന് ശ്രമിക്കില്ല. നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മര്യാദ പഠിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിന് ശ്രമിക്കില്ല. ഒറ്റ കാര്യം, ഇന്ന് അവിടെ പ്രസംഗിച്ചല്ലോ സുരേഷ് ഗോപി. എന്താ സുരേഷ് ഗോപി ഈ ദേശീയപാത അതോ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത് കീഴാറ്റൂർ സമരത്തിലും അതുപോലെ വയൽക്കിളികളുടെ സമരത്തിലും ആ സമരത്തിലടക്കം അവിടെ പോയി സമരത്തിന് നേതൃത്വം കൊടുത്ത് അങ്ങ് ബംഗാളിൽ നിന്നടക്കം മണ്ണ് കൊണ്ടുവന്ന് ആ മണ്ണ് വലിയ പൂജിച്ച് ഈ സമരത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചല്ലോ. ഒരിക്കലും ദേശീയപാത പണി ഇവിടെ ആരംഭിക്കില്ല. വയൽക്കിളികളുടെ സമരത്തിലും കീഴാറ്റൂർ സമരത്തിലും മുന്നിൽ നിന്ന് നയിച്ചത് VM സുധീരനും B ഗോപാലകൃഷ്ണനും സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കന്മാരല്ലേ? എന്നിട്ട് ആ നേതാക്കന്മാർ ഇന്ന് സ്റ്റേജിൽ വന്നിരുന്നിട്ട് പ്രസംഗിക്കുക വലിയ തള്ളോട് തള്ള്, ഇത് കൊള്ളാം, ദേശീയപാത വികസനമൊക്കെ ഗംഭീരമായിന്ന്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്ക് വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ ഒരു സംസ്ഥാനം പോലും ദേശീയപാത അതോറിറ്റിക്ക് നയാ പൈസ 2019 കാലഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്ന മുഴുവൻ കേന്ദ്ര ഗവൺമെന്റും ദേശീയപാത അതോറിറ്റിയും മാത്രമാണ്. ഞങ്ങൾ 5580 കോടി രൂപ ഈ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു തരാം എന്ന് ആധികാരികമായി പറഞ്ഞത് 5 വർഷമായി മുടങ്ങിക്കിടന്ന പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാനാണ്. കാരണം ഒരിക്കലും അല്ലെങ്കിൽ ദേശീയപാത കേരളത്തിൽ വരില്ല. നമുക്കറിയാം ഈ ദേശീയപാതയുടെ വികസനം പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ പോകുകയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തു. ഭൂമി വില വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങൾ അവരുടെ ഈ കേരളവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് പണമേ കൊടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ പദ്ധതിയാകുമ്പോൾ എന്തിനു ബഹിഷ്കരിക്കണം ശ്രീ അരുൺകുമാർ? അല്ല താങ്കളെ എന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ എന്തായാലും ഈ ചർച്ചയിൽ വന്നിരുന്ന നുണ പറയാൻ ഒരിക്കലും ശ്രമിക്കില്ല. 2019 സമയത്ത് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. 2021 ഡിസംബറിലാണ് കേന്ദ്ര ഗവൺമെന്റ് പോളിസിയിൽ മാറ്റം വരുത്തി. ദേശീയപാത വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റുകൾക്കും പങ്കാളിത്തമാകാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ ഗവൺമെന്റ് പോളിസിയിൽ മാറ്റം വരുത്തിയത് 2021 അവസാനമാണ്. ആദ്യം കേരളമാണ് ഈ വികസന പ്രവർത്തനം നടപ്പാക്കാനാണ്. അല്ല, കേരളം അതിന് തയ്യാറായത് എന്താ? ഈ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ വേണം എന്നതുകൊണ്ട് തന്നെയാണ്. അത്തരം ഒരു പദ്ധതിയിൽ എത്ര കേന്ദ്രമന്ത്രിമാർ വന്നിരുന്നു? എന്തിനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയിരുന്നേ? മുൻ കേന്ദ്രമന്ത്രിയായിരുന്നെങ്കിൽ ഇവിടെ അൽഫോൺസ് കണ്ണന്താനടക്കം നിരവധി കേന്ദ്രമന്ത്രിമാരുണ്ട്. അവരൊന്നും വിളിച്ചില്ലല്ലോ. കുമ്മനടി എന്ന് പറഞ്ഞ് കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച വാക്കുണ്ട്. അതിനുശേഷവും പലതും കണ്ടു. വിഴിഞ്ഞ ഉദ്ഘാടനത്തിലും മണിക്കൂർ മുമ്പേ സ്റ്റേജിൽ പോയി ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത്തരത്തിൽ തനി രാഷ്ട്രീയ കളി ഇത്തരത്തിലുള്ള ഉദ്ഘാടനത്തിൽ, അതും വിഴിഞ്ഞത്തിന്റെ നമുക്കറിയാലോ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കം കേരളത്തിൽ നിന്നും തിരിച്ചു പിടിക്കുകയാണ്. 17 വർഷം മുമ്പ് പണി പൂർത്തീകരിക്കുക. നമ്മൾ 2045 പൂർത്തീകരിക്കേണ്ട പണി 2028 പൂർത്തീകരിക്കുന്ന തരത്തിൽ പണി മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിലും കേരളത്തോട് ഈ സമീപനം സ്വീകരിക്കുന്നു. അപ്പോ ഏതെങ്കിലും തരത്തിൽ പച്ചയായ രാഷ്ട്രീയം കളിച്ച് ഈ വികസനങ്ങളെ അട്ടിമറിച്ച് ഫെഡറലിസത്തെ അട്ടിമറിച്ച് ഞങ്ങൾ തീരുമാനിക്കും, അതനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ അങ്ങ് അനുസരിച്ചോളണം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല. ഈ സ്ട്രക്ചറുകൾ റിച്ചുകൾ പൂർത്തീകരിക്കുന്നത് ഞങ്ങളാണ്. ഇതിന്റെ മുന്നോട്ട് പോകുന്നത് എല്ലാ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മെസ്സേജാണ് ഇന്ന് കൊടുത്തത്. ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുവാൻ കേന്ദ്രവും ശ്രമിക്കുന്നു, ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാനവും ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ 5580 കോടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കലിന് കേന്ദ്രത്തിന്റെ വകയായി 22,119 എന്നുള്ള കണക്കും കൂടി ഉണ്ട് കേട്ടോ. കോടിയിൽ 22,119 കോടി കേരളത്തിനായിട്ട് ഭൂമി ഏറ്റെടുക്കുവാൻ കേന്ദ്രത്തിന്റെ ഫണ്ടുമുണ്ട്. അപ്പോൾ ഇത് കേന്ദ്രം ശ്രമിക്കുന്നു ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ, കേരളം ശ്രമിക്കുന്നു ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ. ശ്രീ തൗഫീഖ്, താങ്കൾ ആദ്യം പറഞ്ഞതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. അതായത് ഇതൊരു രാഷ്ട്രീയ നാടകം പരസ്പരം കളിച്ചതാണ്. അല്ല മഞ്ജുഷ, ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെ ആവശ്യമില്ല. ഇത് തീരാത്ത പദ്ധതിയുടെ ഒരു ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ തീരാത്ത പദ്ധതിയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി ഒരു തർക്കം ഉണ്ടാകുന്നു? ഇവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട 2 പേർക്കും
ഇല്ലെങ്കിൽ CJP സഖ്യങ്ങൾ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി കേരളത്തിലെ ജനങ്ങളെ വീണ്ടും പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ആസൂത്രിതമായി ആവിഷ്കരിക്കുന്ന ഒരു നാടകമാണ് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിക്ക് ഒരു ഹീറോ പരിവേഷം, ഒരു രക്തസാക്ഷി പരിവേഷം ഒക്കെ കൊടുത്ത ഒരു സിമ്പതി ഒക്കെ വർക്കൗട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്ന അടക്കമുള്ള സൂചനകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ആസൂത്രിതമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം മാറുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെ ഞാൻ പലമുറി മഞ്ജുഷിനോട് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ കാരണഭൂതൻ മന്ത്രിസഭയിൽ ബഹുമാനപ്പെട്ട കാരണഭൂതൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം അഭിനയ മികവിന് പേരെടുത്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശശുദ്ധി, അത് ഈ വിവാദങ്ങളിൽ എത്രത്തോളം ഉദ്ദേശശുദ്ധി ഉണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഞാൻ അടിവരയിട്ട് തന്നെ പറയുന്നു മഞ്ജുഷെ, ഒരു പരിപാടി, ആ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സംസ്ഥാനത്തെ ബന്ധപ്പെട്ട മന്ത്രിമാരെ ക്ഷണിക്കേണ്ടത് അനിവാര്യമാണ്, ജനാധിപത്യ മര്യാദയാണ്. ഫെഡറലിസവുമായി ബന്ധപ്പെട്ടടക്കം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ജനാധിപത്യത്തിന്റെ മര്യാദയുടെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചതാണെങ്കിലും അല്ലെങ്കിലും ശരി, താങ്കൾ അറിഞ്ഞിട്ടും അറിയാത്തതായിട്ട് നടിച്ചത് എന്ന് പറയുമ്പോൾ അല്ലല്ല, ക്ഷണിക്കാതിരുന്നത് സംസ്ഥാന സർക്കാരിന് അറിയാമായിരുന്നു, പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നാണല്ലോ, കേന്ദ്രത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് താങ്കൾ നേരത്തെയും അത് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ അരുൺ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവസാന നിമിഷത്തിലാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത് എന്താണ് പ്രോഗ്രാം എന്ന്. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ അറിയുന്നത് PWD മന്ത്രി ഇല്ല എന്നുള്ള കാര്യം. അപ്പോഴാണ് പ്രതികരിച്ചത്. മഞ്ജുഷ, അതിനുള്ള ഉത്തരം ഞാൻ വളരെ കൃത്യമായി മഞ്ജുഷനോട് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. അതായത് ആ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഹൃദയ ബന്ധമുള്ള ആളാണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇത്തരത്തിലൊരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തായാലും അവർ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെ ആവശ്യമില്ല. ഏതായാലും ശരി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണമാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലൂടെ, ഹൃദയബന്ധത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പലകൂടി പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഈ പറയുന്ന കേന്ദ്ര ശ്രീ ഗഡ്കരി കേരളത്തിൽ എത്തുമ്പോൾ ക്ലിഫ് ഹൗസിൽ ചെന്ന ഉച്ചഭക്ഷണം കഴിക്കുകയും തിരിച്ച് മുഖ്യമന്ത്രി ഞങ്ങൾ ഡൽഹിയിൽ എത്തുമ്പോൾ കേരളത്തിലെ എന്റെയും താങ്കളുടെയും അടക്കമുള്ള നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പലകുറി ബഹുമാനപ്പെട്ട മന്ത്രിക്ക്, കേന്ദ്രമന്ത്രിക്ക് ഗിഫ്റ്റുകളും സമ്മാനപതികളും ഒക്കെ കൈമാറാൻ കാണിച്ച ആർജവും സ്നേഹബന്ധവും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയാൽ തീരാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇത് വളരെ കൃത്യമാണ്. ഇതിൽ നിന്ന് ആകെ വായിച്ചെടുക്കുമ്പോൾ ഒരു ഫൈനൽ നിഗമനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ നാടകമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ് അരങ്ങേറിയതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ മഞ്ജുഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇവിടെ തീരാത്ത പദ്ധതിയുടെ ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള തർക്കമല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? 154 ഇടത്ത്, എന്റെ അറിവ് ശരിയാണെങ്കിൽ 154 ഇടത്താണ് പൊട്ടി തകർന്നു പോയ ദേശീയപാതയുടെ പേരിൽ ഇവർ പരസ്പരം അടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. 154 ഇടത്ത് ഈ പൊട്ടി തകർന്നു പോയ ദേശീയപാതയുടെ പേരിലാണ് ഇവ തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. റോഡ് പൊട്ടി പൊളിയുന്ന സാഹചര്യം ഉണ്ടായി, തകരാറുകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം നിലനിൽക്കെ ഇവിടെ എഞ്ചിനീയറിംഗ് ഫോൾട്ട് ഉണ്ടാകുന്നു, ഡിസൈനിങ് ഫോൾട്ട് ഉണ്ടാകുന്നു, മണ്ണ് ഉപയോഗിക്കുന്നതിന് മോശം ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം നിലനിൽക്കെ കേരളത്തിലെ ജനങ്ങളെ ഈ കേരള സർക്കാരുകൾ ചേർന്ന് പറ്റിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലകുറി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഈ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള PR സ്റ്റണ്ടാണ്, PR എക്സസൈസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ PR പരിപാടി ശ്രീ ഗോകുൽ ഇപ്പോഴും അല്ലല്ല, മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കുകയും BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഇരുത്തുകയും ചെയ്തു. അതിന്റെ ലോജിക്കിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല ഗോകുൽ. അല്ല മഞ്ജുഷേ, അത് എനിക്ക് മറുപടി ഉണ്ട്. അല്ല ഗോകുലിനോടാണ്. അല്ല അതിന് മറുപടി പറയുന്നത് തൗഫീഖ് അല്ല, ഗോകുലാണ് മറുപടി പറയുന്നത്. ലോജിക്കലായിട്ടും എല്ലാ മറുപടി പറയാം. ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെ പങ്കെടുത്തത് മുൻ കേന്ദ്രമന്ത്രി എന്ന കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമാണ്. അങ്ങനെ മുൻ കേന്ദ്രമന്ത്രി അവിടെ പങ്കെടുപ്പിക്കരുത് എന്നൊരു പ്രോട്ടോകോൾ ഉണ്ടോ? അങ്ങനെ നിയമപരമായ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? ഇപ്പോൾ ബ്ലൂ ബുക്കിനെ കുറിച്ചൊക്കെ ഇവിടെ ആരും സൂചിപ്പിച്ചല്ലോ. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ മുഹമ്മദ് റിയാസ് പങ്കെടുത്തോ പങ്കെടുത്തില്ല എന്നുള്ളത് കേരളത്തിനകത്തുള്ള വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമല്ല. അത് CPM-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി പങ്കെടുത്തോ? മുഖ്യമന്ത്രി എന്താ വരാത്തെ? മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടിയോ? മന്ത്രിമാർക്ക് ക്ഷണം കിട്ടിയോ? അപ്പോ ഇവർക്ക് കൃത്യമായിട്ട് ഈ പദ്ധതി, ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണം. എന്തിനാ ഓപ്പൺ ജീപ്പിൽ മുഹമ്മദ് റിയാസ് എന്ത് കാരണത്തിലാണ്, എന്ത് അവകാശവാദത്തിലാണ് ഓപ്പൺ ജീപ്പിൽ അതിനകത്ത് ഈ പറയുന്ന റോഡിലൂടെ യാത്ര നടത്തിയത്?
അത് ഉദ്ഘാടനം നടത്തിയത് എന്ന് പ്രഖ്യാപിക്കുന്നത്? ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ആകെ ഇതുവരെ ഈ കഴിഞ്ഞ ഡിസംബർ വരെ 2025 ഡിസംബർ വരെ കേരളത്തിൽ ഈ ദേശീയപാത നിർമ്മാണത്തിൽ കേന്ദ്രം ചിലവഴിച്ച തുക എന്ന് പറഞ്ഞാൽ 67,000 കോടിയാണ്. 67,000 കോടിയിൽ 27,000 കോടി രൂപ കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന തുകയാണ്. ഈ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി വരുന്ന 27,000 കോടി രൂപയുടെ 25% ഈ പറയുന്ന അരുണിന്റെ പാർട്ടി, അരുണിന്റെ മുന്നണി, മുഹമ്മദ് റിയാസിന്റെ പാർട്ടി, മുഹമ്മദ് റിയാസിന്റെ സർക്കാർ, ഈ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതായിട്ട് എഗ്രിമെന്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവർ എത്രയാ കൊടുത്തത്? 20%. എത്രയാ തുക? 5,500 കോടി. എന്താ അവർ ചെയ്തത്? ഈ കേരളത്തിൽ നിർമ്മാണ സാമഗ്രികളിൽ സംസ്ഥാന നികുതി ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തോ? ഇല്ലല്ലോ. അപ്പൊ 67,000 കോടി രൂപ മുടക്കുന്ന ഒരു പദ്ധതിയിൽ ഭൂമി ഏറ്റെടുക്കലിൽ 5,500 കോടി രൂപ കൊടുത്തിട്ട് ഇത് എന്റെ പദ്ധതിയാണ്, ഇത് ഞങ്ങളുടെ പദ്ധതിയാണ്, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റണ്ട് നടത്തുന്ന ആരാണ്? എന്നിട്ട് ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് കേരളം മാത്രമാണ് കൊടുത്തത്? ഹരിയാന ദേശീയപാത നിർമ്മാണത്തിൽ ഇതേ പദ്ധതിയുടെ ഭാഗമായി NH 66 കൊടുത്തത് 3,114 കോടി രൂപയാണ്. ഉത്തർപ്രദേശ് കൊടുത്തത് 2,301 കോടി രൂപയാണ്. അതിനകത്ത് ഞാനത് ക്ലാരിഫൈ ചെയ്തിരുന്നു. ആദ്യം എന്നുള്ളതാണ്, ആദ്യം കൊടുത്തത് കേരളമാണ് എന്നുള്ളതാണ്. അതാണ് കേട്ടോ അവകാശവാദം. മുൻപ് കേരളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ഞാൻ പറയട്ടെ, മുൻപ് കേരളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള അവകാശവാദം ഇടയ്ക്കുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആദ്യം കേരളം കൊടുത്തതാണ് എന്നുള്ള അവകാശവാദത്തിലേക്കാണ് വരുന്നത്. കണക്ക് കൃത്യമായിട്ട് എൻ്റെ കയ്യിലുമുണ്ട്, ഓരോ സംസ്ഥാനങ്ങളും എത്രയാണ് കൊടുത്തത് എന്ന്. പക്ഷേ കേരളമാണ് ഇത് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കുവാൻ ഭൂമി ഏറ്റെടുക്കലിന് അതിനാദ്യം തയ്യാറായത് കേരളമാണ്. അതേ ഉള്ളൂ കേട്ടോ, അതേ ഉള്ളൂ. ഇവർ പറയുന്നത് ഒറ്റ പോയിന്റേ ഉള്ളൂ. എന്തുകൊണ്ട് കേരളത്തിന് ഈ പറയുന്ന 27,000 കോടി രൂപ കേരളത്തിന് ലാൻഡ് അക്വിസിഷന്, ഈ ഭൂമി ഏറ്റെടുക്കലിന് ചെലവാകുന്നു? കേരളത്തിന്റെ ഈ പറയുന്ന ഭൂമി വിലയാണോ, മാർക്കറ്റ് വിലയാണോ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്? ഈ പറയുന്ന ഉത്തർപ്രദേശിൽ, ബീഹാറിൽ, ഡൽഹിയിൽ, ഹരിയാനയിലുള്ളത്? ഈ 1 കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കലിന് കേന്ദ്ര സർക്കാരിന് ചിലവാകുന്നത് 100 കോടി രൂപയാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വിലയിരുത്തുകയും റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തതാണല്ലോ. ഇതിന്റെ 20% ഏതിന്റെ? പദ്ധതിയുടെ അല്ല. പദ്ധതി 67,000 കോടി, ഭൂമി ഏറ്റെടുക്കലിന് 27,000 കോടി. ആ 27,000 കോടിയിൽ 5,500 കോടി രൂപ നിങ്ങൾ മുടക്കി. 20% സംസ്ഥാന സർക്കാർ മുടക്കി. അതൊരു കരാറിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന്. ഇത് ഈ രാജ്യത്തിന്റെ പദ്ധതിയാണ്, ഈ ജനങ്ങളുടെ പദ്ധതിയാണ്, ജനങ്ങളുടെ സർക്കാർ. ശരി. അപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ, ഇവിടെ ഒരു വിരോധാഭാസമുള്ളത് ഈ രാമനാട്ടുകര ബൈപ്പാസിലൂടെ നാഷണൽ ഹൈവേയുടെ ഒരു റീച്ചിന്റെ ഉദ്ഘാടനം, 2 റീച്ചുകളിൽ ഒരു റീച്ചിന്റെ ഉദ്ഘാടനം ഇവിടെ 2 റീച്ചുകളുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നടക്കുമ്പോൾ സമാന്തരമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത തൊലിക്കെട്ട് തന്നെയാണ്. കാരണം ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി തന്നെയാണ്. 5,580 കോടി മുടക്കിയത് ഞങ്ങളാണ് എന്ന് കാണിക്കുവാനുള്ള ഒരു ത്വരയാണ് അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് 22,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനും പിന്നെ ബാക്കി അനുബന്ധ ജോലികൾക്കായിട്ട് 67,000, അതിന് കൃത്യമായിട്ട് കണക്ക് എൻ്റെ ഇല്ല കേട്ടോ, ഇദ്ദേഹം പറഞ്ഞനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എന്തായാലും 60,000 കോടിയിൽ കൂടുതലാണല്ലോ. ഇതൊക്കെ ഉള്ളപ്പോഴാണ് 5,580 കോടി മുടക്കിയത് ഞങ്ങളാണ്, ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു റോഡ് ഷോ റിയാസിന്റെ. ഇല്ല, ഇപ്പോഴും ഞങ്ങളുടെ പദ്ധതിയാ എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ആങ്കറും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഫെഡറൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു നീതി നിഷേധം ഉണ്ടായിട്ട് അത് തെറ്റാണെന്ന് നിങ്ങളുടെ ചാനലിന്റെ അഭിപ്രായമായി ഒരു ആങ്കർ എന്ന രൂപത്തിൽ സൂചിപ്പിക്കാൻ താങ്കൾ തയ്യാറല്ല. മറിച്ച് കോൺഗ്രസ് പ്രതിനിധി പറയാൻ നാടകമാണ്. എങ്ങനെയാണ് ഈ ദേശീയപാതയുടെ പണി 5 വർഷം നിന്നുപോയത്? മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടിയിട്ട് പങ്കെടുക്കാതിരുന്നത് മുഖ്യമന്ത്രിയാണ്. അല്പോ PWD ആയിട്ടുള്ള കരാറും ഈ 25% പണം കൊടുക്കാനുണ്ടായ ധാരണാപത്രം ഒപ്പിട്ടതും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ മുഴുവൻ നേതൃത്വം കൊടുത്ത PWD വകുപ്പിനെയും അതിന്റെ മന്ത്രിയെയും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിനെ ഒഴിവാക്കുക എന്നതാണ്. ചടങ്ങിന്റെ വേദിയിൽ ഇരുന്ന് കണ്ടോളാനാണ് പറഞ്ഞെങ്കിൽ ദേശീയപാതയുമായിട്ട് ഒരു ബന്ധമില്ല. ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് ഇത്ര ശതമാനം പണം കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പറഞ്ഞിരുന്നു PWD മന്ത്രി എന്തായാലും വേദിയിൽ വന്നേ പറ്റൂ എന്ന്. ഇപ്പൊ വ്യക്തമായല്ലോ ആരാണ് യഥാർത്ഥ മുഖ്യമന്ത്രി എന്ന്. മുഹമ്മദ് റിയാസ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? അല്ല, ഇപ്പൊ എത്ര ആങ്കർമാരോട് ഞാൻ മറുപടി പറയണം?
അല്ല, നിങ്ങൾ എന്ത് തോന്നിവാസം പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാകും. ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി എന്തൊരു ശ്രമവും നടത്തിക്കോ. ഞങ്ങൾ അത് പങ്കെടുത്തില്ല, അത്രേ ഉള്ളൂ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ കേരളത്തിന്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആര്? ആ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? മഞ്ജുഷിന് ഒരു കാര്യം അറിയോ? 6000 കോടി രൂപയോളം മൊത്തം ദേശീയപാതയ്ക്ക് വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കുമ്പോൾ കടമെടുപ്പ് തോതിൽ മറ്റൊരു വലിയ വെട്ടിക്കുറയ്ക്കൽ വരുത്തി കിഫ്ബിയുടെ പണം ഉപയോഗിച്ചു എന്നത് പറഞ്ഞ്. അപ്പൊ 12000 കോടി രൂപയുടെ ഇഫക്റ്റ് ആണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായത്. ആ 12000 കോടി രൂപ ഒരു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തോതിൽ വ്യത്യാസം വന്നാൽ ആ വർഷം അല്ലെങ്കിൽ വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ ഈ കേരളത്തെ എല്ലാ തരത്തിലും ദ്രോഹിക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഫലകത്തിൽ പേര് വയ്ക്കാം, അത് പിന്നെ അധികം ജനങ്ങൾ കാണുന്നില്ല, അവിടെ വരുന്നവരെ കാണുന്നുള്ളൂ. പക്ഷെ പ്രോഗ്രാമിൽ ഞങ്ങൾ പേര് വയ്ക്കില്ല. ഞങ്ങൾ കൃത്യമായി കേരളത്തെ അവഗണിക്കും, PWD വകുപ്പിനെ അവഗണിക്കും, മന്ത്രിയെ അവഗണിക്കും എന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് ഇവിടെ വന്നിരുന്നിട്ട് കുമ്മനടിക്കാരെയും ചന്ദ്രനടിക്കാരെയും ഒക്കെ കയറ്റിയിരുത്തിയിട്ട് മന്ത്രിയാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. ഞാൻ ചോദിച്ചല്ലോ, എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിൽ? അതിൽ എത്ര പേരെ നിങ്ങൾ വിളിച്ചു? നാണമാകില്ലേ? സ്റ്റേജിൽ കയറി 1 മണിക്കൂർ മുമ്പ് വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ കയറി ഇരുന്നില്ലേ? ഞങ്ങൾക്ക് ഈ ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റേജിൽ കയറി ഇരിക്കുമെന്നും വേണ്ട. ഞങ്ങളുടെ സ്ഥാനം ജനഹൃദയങ്ങളില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ പറഞ്ഞ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കുക. നിങ്ങൾക്ക് സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിക്കാത്തതാണോ അതോ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കാൻ പോകുന്നതിന്റെ പേടിയാണോ എന്നുള്ളത് പറ. തൗഫീഖ് എന്താണ്? അതായത് ഈ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് അരുൺകുമാർ കണ്ടോ പൊള്ളനെ ആർക്കാം? ഒരു പ്രസ്താവന CPM-ന്റെ പ്രതിനിധി പറയുമ്പോ ഒരു പ്രസ്താവന CPM-ന്റെ പ്രതി അല്ല, ഒരു ചാനൽ ചർച്ചയുടെ മര്യാദ ഉണ്ടല്ലോ, അല്ല ഒരു ചാനൽ ചർച്ചയുടെ മര്യാദ ഉണ്ടല്ലോ, ആ മര്യാദ ലംഘിച്ചുകൊണ്ട് അല്ലെ സംഘടിപ്പിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ആ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പരാമർശം നടത്താമായിരുന്നു. ആസൂത്രിതമായ ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയോ ഈ മന്ത്രിസഭയിൽ ഒറ്റ മന്ത്രിമാർ പോലും ആ പദ്ധതിയുടെ ശില്പിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പ്രതിപാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ഞാൻ മുൻപ് ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2017 ജൂൺ 17 ഈ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ കുമ്മനം രാജശേഖരൻ കുമ്മനടിച്ച സമയത്ത് അന്നത്തെ പരിപാടിയുടെ ശില്പി അന്നത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒന്ന് ക്ഷണിക്കാൻ മര്യാദ കാണിക്കാത്ത, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ഷണിക്കാതിരുന്നപ്പോ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്ന മൗനി ബാബയായിരുന്ന ആളുകളാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് ഇപ്പോ വന്നിരുന്ന ഈ റിയാസിനെ ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശം കൊള്ളുമ്പോ, വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ ആവേശം കൊള്ളുമ്പോ, ദേശാഭിമാനിയിൽ വലിയ കടൽ കൊള്ള എന്ന പേരിൽ വലിയ ടാഗ് ലൈനോടുകൂടി വലിയ ഹെഡിങ്ങോടുകൂടി അടിച്ചു വന്ന പത്രവാർത്ത അടക്കം അരുൺകുമാർ റിമൈൻഡ് ശരി അരുൺ നിങ്ങളും സ്വീകരിക്കാവുന്നതാണ്. അല്ലല്ല ഇതേ രാഷ്ട്രീയം തന്നെ നിങ്ങളും സ്വീകരിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ. അത്രേ ഉള്ളൂ. മര്യാദ കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്, തർക്കമില്ല. ഇവിടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ബന്ധപ്പെട്ട മന്ത്രിമാരെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയം നോക്കി ഇത്തരത്തിലുള്ള മന്ത്രിമാരെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. മറിച്ച് അതൊരു PR പരിപാടിക്കും PR എക്സസൈസിനും ഒക്കെ ഉപയോഗിക്കുന്നത് അതൊട്ടും ഭൂഷണമല്ല അരുൺകുമാറെ. ശരി അരുൺ തീർന്നോ? ഒറ്റ കാര്യം, നിങ്ങൾ ഇതൊക്കെ പറയണം. നിങ്ങളുടെ ചർച്ച നടക്കുമ്പോൾ ഞാൻ ഇടപെടാതിരിക്കുക, കേട്ടിരിക്കുക. ജനങ്ങൾ ഇതൊക്കെ കേൾക്കണം. കല്ലിടുക എന്നല്ലാതെ ഒരു കല്ലിന്റെ മുകൾ മറ്റൊരു കല്ലിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വിഴിഞ്ഞം ഒരു കല്ലിട്ട് പോയതല്ലേ? കല്ലിട്ടാൽ കപ്പൽ ഓടില്ല എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന. അല്ല നിങ്ങൾ ഒച്ചയെടുക്കും, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ മര്യാദ കാണിച്ചു. പക്ഷെ നിങ്ങൾക്ക് ആ മര്യാദ കാണിക്കാൻ കഴിയില്ല, എനിക്കറിയാം. കൊച്ചി മെട്രോ നിങ്ങളാണോ യാഥാർത്ഥ്യമാക്കിയത്? കൊച്ചി മെട്രോയുടെ ബഹുഭൂരിപക്ഷം പണികളും ഉമ്മൻചാണ്ടി കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വിഴിഞ്ഞത്തിറങ്ങില്ല എന്ന് പറഞ്ഞതും ക്രെയിൻ വരുമ്പോ അതിന് സ്വീകരണം കൊടുക്കാൻ ഞാൻ വരില്ലെന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് 32 പല്ലും പുറത്ത് കാണിച്ച് 2ാം ഘട്ട ഉദ്ഘാടനത്തിന് മുന്നിൽ വന്ന് നിന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചർച്ച നടത്തുക, നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്ക്, നിങ്ങൾ പരാതി ഉന്നയിക്ക്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. തർക്കിക്കാൻ ഞാനില്ല. അല്ല 32 പല്ലും കാണിച്ച് പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞത്തിൽ വന്ന് നിന്നില്ലേ? കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വരില്ല, അതുപോലെ ട്രെയിൻ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈ ഒരു കല്ലിട്ടിട്ട് അതിന് പുറത്തൊരു കല്ലിടാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇതൊക്കെ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും പറ്റിക്കുക. ഞാനിപ്പോ ആങ്കർക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തെന്താണെന്ന് അറിയോ? മഞ്ജുഷ ഏതായിരുന്നു ഒരു സെക്കൻഡ്
തൗഫീഖ് ഒരു ചർച്ചയുടെ സെക്കൻഡ് മര്യാദ കാണിക്കാൻ പറയൂ. ഒരു സെക്കൻഡ് ഏതായിരുന്നു കത്ത്? ഏതായിരുന്നു? ദേശീയപാത വികസനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രസിഡന്റ് ശ്രീധരൻപിള്ള കേന്ദ്ര സർക്കാരിന് ഞാൻ മഞ്ജുഷ എഴുതിയ കത്ത്. കത്ത് ശരിയാണ്, ആ കത്ത് അറിയോ? കത്തുണ്ടായിരുന്നു. ശരിയാണ്, നേരത്തെ എഴുതിയിരുന്ന കത്തായിരുന്നു അത്. അങ്ങക്കറിയോ 2018 BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന PS ശ്രീധരൻപിള്ള ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ കേന്ദ്രമന്ത്രിക്ക് കത്തയക്കുക. എന്നിട്ട് ഇപ്പൊ സ്റ്റേജിൽ കയറി കുമ്മനടിക്കാരനെയും ചന്ദ്രനടിക്കാരനെയൊക്കെ ഇരുത്തി BJPയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ ഇരുത്തിയിട്ട് ഉദ്ഘാടന മാമാങ്കത്തിൽ ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത്, ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന BJP പ്രസിഡന്റ് കത്തയക്കുക. അതിന്റെ അവസാനത്തെ വാചകം ഒന്ന് വായിച്ചോക്ക്. ആ വാചകം ഒന്ന് വായിച്ചോക്ക്. എന്നിട്ടാ ഈ BJP നേതാക്കന്മാരുടെ പ്രസംഗം. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പ്രൈവറ്റ് സെക്രട്ടറി നിങ്ങളുടെ കണ്ണൂർ ജില്ലയില് CPM അതൊക്കെ അവിടെ നിൽക്കുക. ഈ കത്ത് ആങ്കർ എന്ന തരത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ആ കത്തൊന്ന് വായിക്ക്. ഞാൻ വായിച്ചുല്ലോ. ദേശീയപാത വികസനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രസിഡന്റ് ശ്രീധരൻപിള്ള കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത്. It is also requested to keep the land acquisition proceedings in abeyance for a while. അതായത് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് അതിന്റെ മലയാളമാണ് ഞാൻ വായിച്ചത്. 2018 ഗോകുലെ BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് ഇപ്പോൾ പുറത്തുവിടുകയാണ് CPM ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ പ്രതിരോധത്തിലാവും. എന്നിട്ടാണ് ക്രെഡിറ്റ് എടുക്കാൻ വരുന്നത്. 6-7 കൊല്ലം മുമ്പാണ് 2018 കത്തയച്ചു ഭൂമി ഏറ്റെടുക്കരുതെന്ന്. അതാണ് ഇപ്പൊ ഉദ്ഘാടനം. സച്ചിദാനന്ദൻ മന്ത്രിസഭ പല നിലപാടെടുത്തിട്ടുണ്ട്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിലപാട്, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കീഴാറ്റൂർ സമരം, വയൽക്കിളികളുടെ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച സമരം, എത്രയോ സമരങ്ങൾ കണ്ടു. ഇവരൊന്നും പറഞ്ഞത് ഈ ദേശീയപാത ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമയത്ത് പൂർത്തീകരിക്കരുതെന്ന. അതേതായാലും പൂർത്തീകരിച്ചല്ലോ. സമരമല്ല, വികസന പദ്ധതികൾക്കെതിരെ UDF ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിരിക്കുന്നത് LDF ആണ്. അതിൽ നേതൃത്വം വഹിച്ചിരിക്കുന്നത് CPM ആണ്. അക്കാര്യം കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. പക്ഷേ ഈ ദേശീയപാതയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് സ്വന്തം കയ്യിൽ നിന്ന് 25% പണം നൽകാൻ തയ്യാറായി. ശരി, എന്റെ ആധാർ കാർഡ് ചോദിച്ചു, എനിക്കത് അവഹേളനമായി എന്ന് പറയുന്ന അഹങ്കാരികളുടെ മന്ത്രിസഭയിലുള്ള മുഹമ്മദ് റിയാസ് എന്ന സൂപ്പർ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടില്ല. ഈ കത്തിന് മറുപടി പറ BJP പ്രതിനിധി. ധൈര്യം ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ. ശരി. MP രാജേഷ് കഴിഞ്ഞ പരിപാടിയിൽ അതിനകത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ആധാർ കാർഡ് ചോദിച്ചു എന്നാണ് MP രാജേഷിന്റെ മറുപടി. ശരി, തൗഫീഖ്. അതായത് അധികാരത്തിന്റെ അഹംഭാവം, അധികാരത്തിന്റെ ഗർവ്, ID കാർഡ് ചോദിക്കാൻ പാടില്ല. 1988 ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച ആ ഒരു സംഘത്തെ, ആ സംഘം മുഖ്യമന്ത്രി ഈ പ്രധാനമന്ത്രി സുരക്ഷാ സംഘം ഈ പറയുന്ന ഒരു മന്ത്രി സംസ്ഥാന മന്ത്രിയോട് ID കാർഡ് ചോദിച്ചാൽ അത് അവഹേളനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്ന മുഖ്യമന്ത്രി, ദാസിംഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന മുഖ്യമന്ത്രി, ഇവിടെ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പാർവട്ടിക്കൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടത്. ഏതായാലും ഞാൻ മഞ്ജുഷിനോട് ഇവിടെ ഗോകുൽ സംസാരിച്ചത് കൊണ്ട് ആ വിഭാഗം കേട്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനത് നിങ്ങൾക്ക് പല ഉദ്ഘാടനം കാണുമ്പോഴും ഈ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കുകയും നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വികസന പ്രവർത്തനങ്ങളുടെ പുതിയ തലത്തിലേക്ക് ഈ കേരളത്തെ പിടിച്ചുയർത്തുമ്പോൾ പല ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വിഷമം കരഞ്ഞു തീർത്തോ. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ക്രെഡിറ്റ് അടിക്കുവാനുള്ള മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ശരി, നന്ദി തൗഫീഖ്, നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ ഗോകുൽ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിനാൽ മോദിയുടെ പരിപാടി മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചത് ശരിയോ? ശരിയായി എന്ന് 44% പ്രേക്ഷകർ, ഇല്ല എന്ന് 52%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.